വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ശ്രദ്ധിക്കുന്നത്, പാകിസ്ഥാൻ വിചാരിക്കുന്നത് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിനെ ഇന്ത്യ അറ്റാക്ക് ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ ഞാൻ കാണുന്ന സാധ്യത പോസിബിലിറ്റി ഓഫ് ഒക്യുപ്പൈങ് POK തന്നെയാണ്. പാക് ഒക്യുപ്പൈഡ് കശ്മീർ എന്ന് പറയുന്നത് അത് തിരിച്ചു പിടിക്കുന്നതിന് ഇതിലും നല്ല ഒരു അവസരം ഇന്ത്യക്ക് കിട്ടാനില്ല. കാരണം പാകിസ്ഥാൻ യുദ്ധസന്നദ്ധരായി നിൽക്കുകയാണ്. 100% ഞാൻ യോജിക്കുന്നു. ഇപ്പൊ രണ്ട് സ്ഥലത്തും വലിയ സൈനിക അഭ്യാസങ്ങൾ നടക്കുന്നുണ്ട്, ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിനെയാണ് ആക്രമിക്കുക എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് വലിയ തയ്യാറെടുപ്പുകളാണ് കേട്ടോ POKയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. POKയുടെ പ്രധാനമന്ത്രിയുണ്ട് ചൗധരി അൻവർ ഉൽ ഹക്ക്. ചൗധരി അൻവർ ഉൽ ഹക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? പാകിസ്ഥാൻ്റെ ഒരു പ്രധാനമന്ത്രിയുണ്ട്, കൂടാതെ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിന് ഒരു പ്രധാനമന്ത്രിയുണ്ട്. അങ്ങനെയൊക്കെയാണ് ആ രാജ്യത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ആ POKയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ 100 കോടി രൂപ മാറ്റി വെച്ചിരിക്കുന്നു എന്ന്. എന്തിനാ? ഭക്ഷണം, അതേപോലെ തന്നെ മെഡിസിൻ, മറ്റ് അത്യാവശ്യ സാധനങ്ങളൊക്കെ സമാഹരിക്കുന്നതിന് വേണ്ടി 100 കോടി രൂപ ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നു എന്ന് മാത്രവുമല്ല, LOC ഉണ്ടല്ലോ, നമ്മുടെ ഈ ലൈൻ ഓഫ് കൺട്രോളിൻ്റെ അടുത്തുള്ള എല്ലാ സ്കൂളുകളും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എല്ലാ സ്കൂളുകളും ക്ലോസ് ചെയ്തിട്ട് ഈ സ്കൂൾ ഗ്രൗണ്ടുകളെല്ലാം അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ട്രെയിനിങ് ക്യാമ്പാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 10 ആള് കൂടേണ്ട നടുവിൽ കിട്ടണം തന്നെ. കിട്ടിയ നീ എന്നെ ഒലത്തോടാ ചെങ്കളം മാധവ. നിന്നെ കുറിച്ച് ഞാൻ കേട്ടു, വരവ് ഞാൻ പ്രതീക്ഷിച്ചു. പോയി കാഴ്ചക്കാരെ കൂട്ട്, ഞാനെത്താം. എന്റെ പേര് ജഗന്നാഥൻ എന്നാണ്, ഞാനെത്തും. എന്നിട്ട് അവിടെ ആളുകൾക്ക് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇൻക്ലൂഡിംഗ് സ്കൂൾ ചിൽഡ്രൻ കേട്ടോ, കുട്ടികൾക്കടക്കം പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് ഫയർ എക്സ്റ്റിംഗ്വിഷർ എങ്ങനെ ഉപയോഗിക്കണം, ഇമ്മീഡിയറ്റ് ആയിട്ട് ഫസ്റ്റ് എയ്ഡ് എങ്ങനെ കൊടുക്കണം, സ്ട്രെച്ചറിൽ ആളുകളെ എങ്ങനെ എടുത്തുകൊണ്ട് പോകണം. ഇതൊക്കെ സാറ്റലൈറ്റ് പിക്ചേഴ്സ് എടുത്തുകൊണ്ട് AFP അടക്കമുള്ള അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസികൾ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തയാണ്. വലിയ മുൻകരുതൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ഭയാശങ്കയിലാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നതും പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ എസ്പെഷ്യലി. കാരണം വളരെ പെട്ടെന്ന് ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് പാകിസ്ഥാനെയാണ് എന്നവർ കരുതുന്നു. എന്തുകൊണ്ട് മാത്രമല്ല, മദ്രസകളെല്ലാം അടച്ചുപൂട്ടുന്നു, മദ്രസകളൊക്കെ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു വലിയ വാർ ലൈക്ക് സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നു എന്നും ആ വാർ ലൈക്ക് സിറ്റുവേഷനിൽ എപ്പോൾ വേണമെങ്കിലും ഇന്ത്യ തിരിച്ചടിക്കാമെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? ഇന്ത്യ എന്തുകൊണ്ടാണ് ഒരു മിലിറ്ററി അറ്റാക്കിന് തയ്യാറാകാത്തത്? വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി ഇന്ത്യ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്യുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്താണെന്നറിയോ പ്രധാനമന്ത്രി പറഞ്ഞത്? തിരഞ്ഞെടുത്ത് തന്നെ ഞങ്ങൾ ഈ ടെററിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യും എന്നാണ് പറഞ്ഞത്. തിരഞ്ഞെടുത്ത് ഞങ്ങൾ ഈ ഭീകരവാദികളെ അറ്റാക്ക് ചെയ്യുമെന്ന് മാത്രമല്ല, എൻഡ് ഓഫ് ദി എർത്ത് എന്നാണല്ലോ പറഞ്ഞത്. ഭൂമിയുടെ ഏത് അറ്റം വരെ പോയാലും അവിടെ വരെ പോയി ഞങ്ങൾ ടെററിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യും എന്നാണ് പറഞ്ഞത്. പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുന്നല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്, ടെററിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യുന്നതാണ്. അതിനാൽ എന്റെ സഹോദരങ്ങളെ വിഷം കുത്തി നശിപ്പിക്കാൻ തുനിയുന്നവർ ആരായാലും അവരുടെ മേൽ അശനിപാതം പോലെ ഞാൻ പ്രഹരമേൽപ്പിക്കും. അതിനൊരു മുൻമാതൃകയുണ്ട്. 2011 മെയ് 2 ഒരു സംഭവമുണ്ടായി. അത് അമേരിക്കയാണ് ആ മുൻമാതൃക ഉണ്ടാക്കിയത്. 2011 മെയ് 2 അമേരിക്ക പാകിസ്ഥാനിലെ അബോട്ടാബാദ് അറ്റാക്ക് ചെയ്തു. സമാനമായ രീതിയിൽ ഇന്ത്യ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്ന ആരാണ്? ഈ പറയുന്ന പഹൽഗാം അറ്റാക്ക് നടത്തിയതായിട്ട് ക്ലെയിം ചെയ്തത് റെസിസ്റ്റൻസ് ഫോഴ്സ് ആണ്, അല്ലേ? TRF എന്ന് പറയുന്ന സംഘടന ആരുടെ സംഘടനയാണ്? ആരുടെ ആമാണ്? ലഷ്കർ-e തയ്ബയുടെ ആമാണ്. ലഷ്കർ-e തയ്ബയുടെ സ്ഥാപകൻ ആരാണ്? ഹഫീസ് സയ്യിദാണ്. ഹഫീസ് സയ്യിദിനെ ഉന്നം വെച്ചുകൊണ്ടായിരിക്കും ഇന്ത്യ അതിന്റെ സൈനിക നീക്കം നടത്തുക എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു. ഒരേ ഒരു രാജാവ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, വലിയ രീതിയിൽ ഇന്ത്യ ഇങ്ങനൊരു ആക്ഷൻ പ്ലാൻ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്ന പാകിസ്ഥാൻ വലിയ രീതിയിൽ ഹാഫിസ് സയ്യിദിന് സെക്യൂരിറ്റി കൊടുത്തിരിക്കുകയാണ്. വലിയ രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ SSG എന്ന് പറയുന്നത് അവരുടെ സ്പെഷ്യൽ സെക്യൂരിറ്റി ഗാർഡ്സ് ആണ്. SSG കമാൻഡോസ് എന്ന് അവർ പറയാം, നമ്മുടെ SPG കമാൻഡോ പോലെ. ആ SSG ഗാർഡ്സിനെ വരെ അങ്ങോട്ട് വിന്യസിച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ആംഡ് ഫോഴ്സ് ആണ് ഹാഫിസ് സയ്യിദിന് ഇപ്പോൾ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞത്? ഇനി ആ പ്രധാനമന്ത്രിയുടെ സ്പീച്ച് ഒന്ന് ഡിസക്ട് ചെയ്ത് നോക്കിയേ. കൃത്യമായിട്ട് ആ ടെററിസ്റ്റിനെ തന്നെയാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നതാണ്. ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ടോ? നിങ്ങൾ എന്താ പറഞ്ഞത്? അവസാനം പറഞ്ഞത്, നിങ്ങൾ ഒരു തീരുമാനം എടുത്തോളൂ, നിങ്ങളുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ നിങ്ങൾ തീരുമാനിച്ചോളൂ, നിങ്ങൾ എവിടെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു തീരുമാനിച്ചോളൂ, നിങ്ങളുടെ സമയവും തീരുമാനിച്ചോളൂ, ആ സമയത്ത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അനുമതി തരും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്റെ പിള്ളേരെ തൊടുകടാ.
അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കൃത്യമായി ഹഫീസ് സയ്യിദിനെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു അറ്റാക്ക് ആയിരിക്കും അവിടെ നടത്താൻ പോകുന്നത്. അത് തന്നെ അങ്ങനെ മാത്രമേ ലഷ്കർ എ തൈബയാണ് ഇന്ത്യയിൽ നിരന്തരമായി തീവ്രവാദി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെ പിടിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യം അവസാനിപ്പിക്കാൻ കഴിയൂ എന്ന് കൃത്യമായി ഇന്ത്യക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ആസൂത്രണമാണ് നടക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഒറ്റ മിനിറ്റ്, അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഹാഫീസ് സയ്യിദിനെ നേരെ പോയി ഇന്ത്യ അറ്റാക്ക് ചെയ്യുകയും കൊല്ലുകയും ചെയ്താൽ അമേരിക്ക അബോട്ടാബാദിൽ ഒന്ന് അറ്റാക്ക് ചെയ്തത് പോലെയൊന്നും പാകിസ്ഥാൻ ക്ഷമിക്കാൻ കഴിയില്ല കേട്ടോ. അത് അമേരിക്കയാണ്. ഇന്ത്യ അങ്ങനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ അഭിമാന പ്രശ്നമായി മാറും. മാത്രമല്ല, ഇന്റേണലായ ഒരു കലാപം ഉണ്ടാവും അവിടെ ഈ പറയുന്ന അയാളുടെ പാർട്ടി വെറുതെ ഇരിക്കില്ല, ഇമ്രാൻഖാന്റെ പാർട്ടി വെറുതെ ഇരിക്കില്ല. ഞാൻ ഒറ്റ കാര്യം പറയുന്നു, ആഭ്യന്തര കലാപം ഉണ്ടാകും. ഹഫീസ് സയ്യിദിനെ ഇന്ത്യ അറ്റാക്ക് ചെയ്യുകയും കൊല്ലുകയും ചെയ്താൽ ആഭ്യന്തര കലാപം ഉണ്ടാകുന്ന ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യവുമായി യുദ്ധം ചെയ്യാൻ കഴിയില്ല. ആ ബുദ്ധിയോടുകൂടിയാണ് ഇന്ത്യ എല്ലാത്തിനും തയ്യാറെടുക്കുന്നതെന്നാണ് എന്റെ വിലയിരുത്തൽ. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. ഇവിടെ പാകിസ്ഥാന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് വലിയ തിരിച്ചടിയാണ് നമ്മൾക്ക് നേരെ ഉണ്ടാകാൻ പോകുന്നത്. ആ തിരിച്ചടി എങ്ങനെയായിരിക്കും, എവിടെയായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള അട്ടർ കൺഫ്യൂഷനിലാണ് പാകിസ്ഥാന് ഏതൊക്കെ തരത്തിൽ അവരുടെ ചാരസംഘടനയെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിൽ അവർ വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ പാകിസ്ഥാന് ഈ വിവരങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്താണ് മോദിയൊന്നും പറയാത്തത്, എന്താണ് ഓപ്പറേഷന്റെ ശൈലി എന്ന് പറയാത്തത് എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചില പട്ടികൾ കടിക്കും, ചിലത് കുരയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചോദ്യത്തിന് മറുപടി പറയുന്നില്ല. പക്ഷേ രാജ്നാഥ് സിംഗ് അല്പസമയം മുൻപ് നടത്തിയ പ്രസ്താവന, ദില്ലിയിലെ പ്രസ്താവന, ഞാൻ അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. എന്താണോ ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിലുള്ള ആ തിരിച്ചടി കൊടുത്തിരിക്കുമെന്നുള്ളതാണ് ഉറപ്പ്. ഇവിടെ പാക് സമ്പദ് വ്യവസ്ഥയെ ആകെ ഞെരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുതന്നെയാണ് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഒരു ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് ബിൽഡപ്പ് ആദ്യം തന്നെ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ നിന്നുള്ള പിന്മാറൽ അത് പൂർണ്ണമായും നടപ്പാക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിനാണ് ഇപ്പോൾ ഡാമുകളിൽ കൊണ്ടുവന്നിരിക്കുന്ന നീക്കമടക്കം. അത് പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല. കാരണം ഈ സിന്ധു നദീജല കരാർ നിലനിൽക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ഞങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഉന്നയിക്കുന്നു, ഇക്കാര്യത്തിൽ ഇടപെടണം, മീഡിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇറാനെ ഇന്ത്യയുമായുള്ള ചർച്ചകൾക്കായി പാകിസ്ഥാൻ ക്ഷണിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിനുള്ള നീക്കമായിരിക്കും. ആദ്യം പാകിസ്ഥാനിലേക്ക് വരുന്നു, അതിനുശേഷം ഇങ്ങോട്ടേക്ക് വരുന്നു. പക്ഷേ ആ ചർച്ചയ്ക്കൊന്നും ഇന്ത്യ നിന്നു കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ ഘട്ടത്തിൽ ഒരു ചർച്ചയ്ക്കുള്ള സ്കോപ്പ് അല്ല ഇന്ത്യ ഇപ്പോൾ കാണുന്നത്. മരുന്ന് വിതരണം നിർത്തിക്കൊണ്ട്, അതുപോലെ തന്നെ കൺസ്യൂമർ ഗുഡ്സ് അത് പൂർണ്ണമായും സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഷിപ്പിംഗ് ഇല്ല, എയർലിഫ്റ്റിംഗ് ഇല്ല. അങ്ങനെ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ ഞെരുക്കിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്തിനും, പാകിസ്ഥാൻ എന്നല്ല ഏത് രാജ്യത്തിനായാലും അതിന്റെ സമ്പദ് വ്യവസ്ഥ ഞെരുങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അനങ്ങാൻ പോലും പറ്റില്ല. ഇപ്പോൾ തുർക്കിയുടെ ഒരു കപ്പൽ വന്ന് വിതരണം ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങൾ, മരുന്നുകൾ, അത് എത്ര കാലം തുർക്കിക്ക് ചെയ്യാൻ പറ്റും? ഗ്രീസ് തുർക്കിക്കെതിരെ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ തുർക്കി പിന്മാറും. മാത്രമല്ല നാറ്റോ രാജ്യമായ തുർക്കിക്ക് നാറ്റോ തീരുമാനം അനുസരിച്ചുകൊണ്ട് മാത്രമേ ഇക്കാര്യത്തിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തുർക്കിക്ക് പൂർണ്ണമായും ഞങ്ങൾ പാകിസ്ഥാനൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സഹായിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇവിടെ കമ്പൈൻഡ് ഫോഴ്സസിന് ഓരോ സേനാ മേധാവിമാരെയും വിളിച്ചു നടത്തുന്ന ചർച്ചകൾ അതൊരു ഫ്രീ ഹാൻഡ് ആണ് തന്നിരിക്കുന്നത് എന്നത് ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സേനാ വിഭാഗങ്ങളാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന സന്ദേശം പാകിസ്ഥാന് ഒന്നിന് പിന്നാലെ ഒന്നായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നടന്ന എയർ ചീഫ് മാർഷലുമായിട്ടുള്ള യോഗവും അതിന്റെ തുടർച്ച തന്നെയാണ്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മോഡ് ഓഫ് ഓപ്പറേഷൻ, ടൈം, ടാർഗറ്റ് അതെല്ലാം സൈന്യമായിരിക്കും തീരുമാനിക്കുക എന്നത്. നമ്മളിൽ പലരും ജീവൻ കൊടുക്കേണ്ടി വരും. मैं ऐसा कोई हुक्म नहीं दूंगा जो मैं पालन नहीं कर सकता हूं. നിങ്ങൾക്ക് മുന്നിൽ ഞാനുണ്ടാവും. എനിക്കൊറ്റയ്ക്ക് ഈ യുദ്ധം ജയിക്കാൻ പറ്റില്ല. मेरा बच्चा नहीं जीतेगा. ഇവിടെ ഞാൻ കാണുന്ന സാധ്യത പോസിബിലിറ്റി ഓഫ് ഒക്യുപ്പയിങ് POK തന്നെയാണ്. പാക് ഒക്യുപ്പൈഡ് കശ്മീർ എന്ന് പറയുന്നത് അത് തിരിച്ചു പിടിക്കുന്നതിന് ഇതിലും നല്ല ഒരു അവസരം ഇന്ത്യക്ക് കിട്ടാനില്ല. കാരണം പാകിസ്ഥാൻ യുദ്ധസന്നദ്ധരായി നിൽക്കുകയാണ്. നിങ്ങൾ യുദ്ധം ചെയ്യൂ, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധപ്രഖ്യാപനം നടത്തുന്ന പാകിസ്ഥാന് ഇന്ത്യയുടെ ഭാഗമായി ചേരേണ്ട, ഇന്ത്യൻ മണ്ണിനോട് ചേരേണ്ട കശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടേതാണ്. അത് പാകിസ്ഥാന് ഭാഗമായിരിക്കുന്ന, ഇപ്പോൾ ഉണ്ണിസാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം പ്രധാനമന്ത്രിയോ എന്തുമായിക്കോട്ടെ, പാക് ഒക്യുപ്പൈഡ് കശ്മീർ തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. അത് ഈ സർക്കാർ ചെയ്യാൻ പോകുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. ശാബാഷ് ബേട്ടാ. ഞാൻ പോകുന്നു. ബൈ ബൈ.